തന്നെ അതിനെതിരായിട്ടുള്ള വചനങ്ങൾ പറയണം. ഇവൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുന്ന കാണുമല്ലോ, നിരാശപ്പെടുത്തുന്ന വചനങ്ങൾ കാണും. അപ്പം പ്രത്യാശിക്കണം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലെല്ലാം നമ്മൾ ഈശോയുടെ വാഗ്ദാനങ്ങളെല്ലാവേ പ്രത്യാശിക്കണം. എന്നാലും നമ്മുടെ ജീവിതാനുഭവം നമ്മളോട് പറയുക, ഇത്രയും നാളെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടും എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. അതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ അനുഭവം അല്ല വിശ്വസിക്കേണ്ടത്. വചനം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തും, നമ്മളെ സ്ഥിരപ്പെടുത്തും. പത്രോസിലിയ പറയുന്നില്ലേ, നിങ്ങളെ പരിപൂർണതപ്പെടുത്തും, കുറച്ചു കാലത്തെ കഷ്ടപ്പാടിന് ശേഷം നിങ്ങളെ പരിപൂർണതപ്പെടുത്തും, നിങ്ങളെ സ്ഥിരപ്പെടുത്തും, നിങ്ങളെ 4 കാര്യങ്ങൾ ഇന്നലെ വായിച്ചാൽ സ്ഥാപിക്കും. പത്രോസിലിയുടെ ആ വചനം എടുത്ത് നോക്കിയാൽ മതി. 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടേ, ദൈവം നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാ. അത് എപ്പോഴും നോക്കിക്കോണേ. അതിനെതിരെ ഭയങ്കര പ്രലോഭനം വരും നമുക്ക്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലു അല്ലാതെ തോന്നുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ വചനം പറയണം, അല്ല, ഈ വചനം ഓർക്കണം. ദൈവം എനിക്ക് ഭയങ്കര